അസ്ഥിക്ക് പിടിച്ച പ്രണയമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലൊരു പ്രണയമായിരുന്നു നടി കാവ്യ മാധവനോട് പ്രകാശന് ഉണ്ടായിരുന്നത്. ചുമട്ടുതൊഴിലാളിയായ പ്രകാശന് കാവ്യ മാധവനെ വിവാഹം കഴിക്കാൻ അതീവ ആഗ്രഹമുണ്ടായി. അതിനുവേണ്ടി പ്രകാശൻ പണക്കാരനാകാൻ തീരുമാനിച്ചു. പ്രകാശൻ ചെയ്തത് ലോട്ടറി എടുക്കുക എന്നതായിരുന്നു. മലയാള സിനിമയിലെ പ്രശസ്ത നടി കാവ്യ മാധവനോടുള്ള അതീവ ആരാധനയാണ് കണ്ണൂരിലെ പ്രകാശനെ 16 വർഷം നീണ്ട ഒരു യാത്രയിലേക്ക് നയിച്ചത്. ഈ കാലയളവിൽ കാവ്യയെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹം സാക്ഷാത്കരിക്കാനായി പ്രകാശൻ ഏകദേശം 60 ലക്ഷം രൂപയ്ക്കാണ് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങിയത്. എന്നാൽ ഇതുവരെ ഒരു ചെറിയ സമ്മാനം പോലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമില്ല. പ്രകാശന്റെ കാവ്യാനുരാഗം കാവ്യ ബാലതാരമായി അഭിനയിച്ച സിനിമയിൽ നിന്നാണ് ആരംഭിച്ചത്. പിന്നീട് കാവ്യയുടെ പ്രധാന കഥാപാത്രങ്ങളായ സിനിമകൾ, പ്രത്യേകിച്ച് മീശ മാധവൻ, പ്രകാശൻ അനവധി തവണ കണ്ടു. കാവ്യയുടെ ചിത്രങ്ങൾ വീട്ടിൽ വെച്ചും ക്ഷേത്രങ്ങളിൽ പൂജകളും വഴിപാടുകളും നടത്തിയും പ്രകാശൻ തൻ്റെ ആരാധന പ്രകടിപ്പിച്ചു. ഈ ആരാധനയുടെ ശക്തിയാൽ നാട്ടിലെല്ലാവരും അദ്ദേഹത്തെ കാവ്യ പ്രകാശൻ എന്ന് വിളിക്കാൻ തുടങ്ങി. പ്രകാശൻ കാവ്യയെ വിവാഹം ചെയ്യാനായി ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നത് തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴി എന്നാണ് വിശ്വസിച്ചത്. ചില ദിവസങ്ങളിൽ 100 ലോട്ടറി ടിക്കറ്റുകൾ വരെ വാങ്ങിയിരുന്നു. കല്ലും മണ്ണും ചുമന്ന് സമ്പാദിച്ച പൈസയാണ് ഈ ടിക്കറ്റുകൾക്കായി പ്രകാശൻ ഉപയോഗിച്ചത്. കാവ്യയുടെ വിവാഹ വാർത്ത വന്ന ദിവസം പ്രകാശൻ അതീവ വിഷമത്തിലുമായിരുന്നു. വീട്ടിലെ കാവ്യയുടെ ഫോട്ടോയ്ക്ക് മുന്നിലിരുന്ന് കരയുകയായിരുന്നു പ്രകാശൻ. കുറച്ചുനാൾ ആരോടും മിണ്ടാതെ നിരാശയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു പ്രകാശനെന്ന് അയൽവാസികൾ പറയുന്നു. പ്രകാശൻ തൻ്റെ തലമുടിയൊക്കെ മുറിച്ച് ആകെ വിഷമത്തിൽ അങ്ങനെ നടന്നു. പ്രകാശന്റെ കഥ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. 1991 ബാലതാരമായി മലയാള സിനിമയിലെത്തിയ കാവ്യ മാധവൻ പിന്നീട് മലയാളത്തിലെ പ്രമുഖ താരമായി മാറി. ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് അകന്നിരുന്നെങ്കിലും മിനി സ്ക്രീനിലൂടെയും പഴയ സിനിമകളിലൂടെയും കാവ്യയുടെ ജനപ്രീതി ഇന്ന് നിലനിൽക്കുകയാണ്. പ്രകാശന്റെ കഥ ഒരു നടിയോടുള്ള ആരാധന എത്രമാത്രം ഒരാളെ ബാധിക്കാമെന്ന് കാണിക്കുന്ന ഉദാഹരണമാണ്. ആരാധനയ്ക്ക് അതിരുകൾ ഉണ്ടാക്കേണ്ടത് ആരാധകർ തന്നെയാണ്.